നമ്മുടെ പ്രോബ്ലം കോംപ്ലക്സ് ആവുന്നതനുസരിച്ച് അതിലുള്ള കോഡുകളുടെ എണ്ണവും കൂടും. സോ ഈ കോഡുകളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മൊഡ്യൂളുകളെയും അവരുടെ ഫംഗ്ഷനാലിറ്റിയുടെ ബേസിസിൽ ഓരോ ഫയലിൽ സേവ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ എന്നത് സിംപ്ലി ഒരു ടാസ്കിന് വേണ്ടി എഴുതുന്ന ഒരു പൈത്തൺ ഫയലാണ്. ഈ ഫയലിൽ വേരിയബിൾസും ഫംഗ്ഷൻസും ക്ലാസ്സസും ഒക്കെ ഉണ്ടാവാം. സോ ഓൾറെഡി ഡിഫൈൻ ചെയ്ത അഥവാ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൊഡ്യൂളിനെ നമ്മുടെ ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം എന്ന കമാൻഡ് ഉപയോഗിക്കാം. മാത്ത് എന്നൊരു മൊഡ്യൂൾ ഉണ്ട്. സോ ഈ മൊഡ്യൂളിൽ കുറെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും കോൺസ്റ്റൻസും ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. സോ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ ഈ മൊഡ്യൂളിലെ ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ മൊഡ്യൂളിന്റെ പേര് ഡോട്ട് ആ ഫംഗ്ഷന്റെ പേരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് 25ന്റെ ആണെങ്കിൽ നമുക്ക് ആ റിസൾട്ടിന്റെ നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യാം. കണ്ടോ, 25ന്റെ സ്ക്വയർ റൂട്ട് പ്രിന്റ് ചെയ്തു വന്നു. ഇനി ഈ മൊഡ്യൂളിലെ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണം. പൈ എന്നൊരു കോൺസ്റ്റന്റ് ഈ മൊഡ്യൂളിലുണ്ട്. സോ അതിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? അതിനായിട്ട് മാത്ത് ഡോട്ട് പൈ ഇതിന്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 3.1415 ഇങ്ങനെ ഒരു വലിയ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? പ്രിന്റ് ഓഫ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പൈയുടെ വാല്യൂ മാത്തിലുണ്ട്. സോ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു ആർ. ആറിന്റെ വാല്യൂ 10 ആണെന്നിരിക്കട്ടെ. സോ സർക്കിളിന്റെ പെരിമീറ്റർ എന്നുള്ളത് 62.83185 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു പ്രോബ്ലം എന്താണ്? മാത്ത് ഡോട്ട് പൈ അല്ലെങ്കിൽ മാത്ത് ഡോട്ട് SQRT. അതായത് പാക്കേജിന്റെ ഫുൾ നെയിം ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ഓരോ ഫംഗ്ഷനാലിറ്റീസിനെയും അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെയും നമ്മൾ വിളിക്കുന്നത്. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ചെറിയ നെയിം കൊടുത്താലോ? അതിനായിട്ട് നമുക്ക് ഇമ്പോർട്ട് മാത്ത് ആസ് എം എന്ന് കൊടുക്കാം. സോ ഇനി മാത്ത് ഡോട്ട് SQRT വിളിക്കുന്നതിന് പകരം നമുക്ക് എം ഡോട്ട് SQRT എന്ന് വിളിക്കാം. സോ മാത്തിന്റെ പേര് മാറ്റി എം ആക്കി. കേട്ടോ, അപ്പൊ വാല്യൂ 5 വന്നു. ഇനി ഇവിടെയും മാത്തിന് പകരം നമുക്ക് എം എന്ന് കൊടുക്കാം. എം ഡോട്ട് പൈ വന്നു. ഇവിടെയും എം ഡോട്ട് പൈ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായി. വലിയൊരു പാക്കേജ് നെയിമിന് പകരം നമുക്ക് ചെറിയ പാക്കേജ് നെയിം ഉപയോഗിച്ച് കോഡിംഗ് ഒക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി എഴുതാം. ഇനി ഇമ്പോർട്ടിന്റെ വേറൊരു സെനാരിയോ പറയാം. ഒരു ഫയൽ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ള ഫംഗ്ഷൻസും നെയിംസും ഒക്കെ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി. അതിനായിട്ട് നമുക്ക് ഫ്രം മാത്ത് ഇമ്പോർട്ട് ഇത് ഫംഗ്ഷന് നമുക്ക് വേണ്ടത് SQRT അല്ലേ. സോ SQRT എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ഡയറക്ട്ലി ആ SQRT എന്ന ഫംഗ്ഷന്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. സോ SQRT ഓഫ് 25. നേരത്തെ എം ഡോട്ട് SQRT പറഞ്ഞ സ്ഥലത്ത് നമുക്ക് വെറുതെ SQRT എന്ന് പറഞ്ഞു കൊടുക്കാം. കണ്ടോ, വാല്യൂ 5 കിട്ടി. സോ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രം മാത്ത് ഇമ്പോർട്ട് SQRT എന്ന് ഡിഫൈൻ ചെയ്യുമ്പോഴാണ്. ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പൈ വേണമെങ്കിൽ കോമ ഇട്ടിട്ട് പൈ കൂടെ കൊടുക്കാം. സോ പ്രിന്റ് പൈ. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വേരിയബിൾസിന്റെ പേര് അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ പേര് ഡയറക്ട്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്ത കൺസെപ്റ്റായ പാക്കേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ എന്നത് ഒരു സിംഗിൾ പൈത്തൺ ഫയൽ ആണല്ലോ. പാക്കേജ് എന്നാൽ ഒരു ഡയറക്ടറി അഥവാ ഒരു ഫോൾഡർ ആണ്. അതിന്റെ ഉള്ളിൽ കുറിച്ച് മൊഡ്യൂൾസ് അഥവാ പൈത്തൺ ഫയൽസും സബ് പാക്കേജസും ഒക്കെ ഉണ്ടാവും. അതായത് പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ ലൈൻസ് ഓഫ് കോഡ് കൂടുതലായി വരുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അപ്പോഴാണ് നമ്മൾ ഫയൽസ് അഥവാ മൊഡ്യൂൾസ് ആക്കി തരംതിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇനി മൊഡ്യൂൾസ് അഥവാ ഫയൽസ് ആക്കി തരംതിരിച്ചിട്ട് വെച്ചിട്ട് പോലും അവയുടെ എണ്ണവും വളരെ കൂടുതലാണ്. സോ അത് വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ ഇവിടെ നമ്മുടെ മൊഡ്യൂൾസിനെ ഒക്കെ ഒന്ന് അടുക്കി പിറക്കി വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസിനെ ഗ്രൂപ്പ് ചെയ്ത് അതിനെ ഒരു ഫോൾഡറിലാക്കി വെക്കും. സോ ബേസിക്കലി ഇതാണ് ഒരു പാക്കേജ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാർസ് എന്നൊരു പാക്കേജ് ഉണ്ട്. സോ ഈ പാക്കേജിനകത്ത് നിസാൻ, BMW, ഓഡി എന്നീ സബ് പാക്കേജസ് ഉണ്ട്. സോ ഈ ഓരോ സബ് പാക്കേജസിനകത്തും അവയുടെ ഓരോ മോഡൽസ് ആയ
cube.py, rock.py, then i8.py, x1.py, a8.py, a3.py ഇങ്ങനെ ഓരോരോ വെഹിക്കിളിന്റെ മോഡൽ അനുസരിച്ച് അവയെ ഗ്രൂപ്പ് ചെയ്ത് അവയുടെ കമ്പനി നെയിമിന്റെ അണ്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് കോഡിനെ അനലൈസ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പൈത്തൺ പാക്കേജ് മാനേജർ. സോ പൈത്തൺ കമ്മ്യൂണിറ്റിയിൽ 1000-ഓളം പൈത്തൺ പാക്കേജസ് അവൈലബിൾ ആണ്. പൈത്തൺ ഡെവലപ്പേഴ്സ് പൈത്തൺ എന്ന ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ലൈബ്രറീസ് അല്ലെങ്കിൽ പാക്കേജസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രം ദ സ്ക്രാച്ച് കോഡ് ചെയ്യുന്നതിന് പകരം ഈ പാക്കേജസിന്റെ ഒക്കെ ഫംഗ്ഷനാലിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കോഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ വെബ് ഡെവലപ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജാങ്കോ അല്ലെങ്കിൽ ഫ്ലാസ്ക് എന്ന് പറയുന്ന പാക്കേജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഹെൽപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഒരു വെബ് ഡെവലപ്മെന്റ് നടത്തുന്നത്. സോ ഈ പാക്കേജസ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് ആദ്യം അവയെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അവിടെയാണ് നമുക്ക് പിപ്പിന്റെ ഹെൽപ്പ് വരുന്നത്. സോ പിപ്പ് അഥവാ പൈത്തൺ പാക്കേജ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് പൈത്തൺ ലൈബ്രറിയിൽ ഇല്ലാത്ത പാക്കേജസിനൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. സോ പിപ്പിന്റെ കമാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊളാബിൽ പിപ്പ് റൺ ചെയ്യുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ ഇടാം, ദെൻ പിപ്പ് ഇൻസ്റ്റാൾ, ദെൻ പാക്കേജ് നെയിം. വൺസ് ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ അതെങ്ങനെയാ, ഇമ്പോർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇമ്പോർട്ട് പാക്കേജ് നെയിം, ദെൻ ഏലിയാസ് വേണമെങ്കിൽ ആസ് നെയിം കൂടെ കൊടുക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് പിപ്പ് ഇൻസ്റ്റാൾ സ്കൈപൈ എന്നൊരു പാക്കേജിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സയന്റിഫിക് പൈത്തണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി ചിലപ്പോൾ ഇൻസ്റ്റാൾഡ് ആയിരിക്കും ഈ എൻവയോൺമെന്റിൽ. ഓക്കെ, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് പറഞ്ഞു. ഇനി സ്കൈപൈ എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് സ്കൈപൈ, ഏലിയാസ് കൊടുക്കണമെങ്കിൽ ആസ് sc. ഒരു പാക്കേജിന്റെ സ്പെസിഫിക് വേർഷൻ ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിപ്പ് ഇൻസ്റ്റാളിന്റെ കൂട്ടത്തില് ആ പാക്കേജിന്റെ പേര് ദെൻ ഈക്വൽ ടു വേർഷൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ പ്രോഗ്രാമിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പാക്കേജസിനെയും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പിപ്പ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. പിപ്പ് ലിസ്റ്റ് എന്ന കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പാക്കേജസും നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ബേസിക്കലി നമുക്ക് പാക്കേജസിനെ കുറിച്ചും മൊഡ്യൂൾസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.